ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെം ട്രിപ്പിലേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്രീ ടൈം ബേബീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ പ്രിമച്ചസ് ബേബീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടോ. പ്രിമച്ചസ് ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടികളെന്ന് പറയുന്നത് 40 ആഴ്ച കേട്ടോ. മാസങ്ങളൊന്നല്ല ഡോക്ടേഴ്സ് നോക്കുക, ആഴ്ചകളിലെ കണക്കിലാണ് ഡോക്ടേഴ്സ് നോക്കുക. അപ്പം 40 ആഴ്ച തികഞ്ഞ കുട്ടികൾക്ക് 40, 41, 42 ആഴ്ചയിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്കാണ് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടികളെന്ന് പറയാം. അപ്പം അതിന് മുമ്പ് ജനിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഒരു 37 ആഴ്ച. അപ്പോൾ പ്രീ ടൈം ബേബീസിൽ 3 തരത്തിലുണ്ട്. അത് ഒന്നാമത്തത് എക്സ്ട്രീം പ്രീ ടൈം, 2 എർലി പ്രീ ടൈം, 3 ലേറ്റ് പ്രീ ടൈംസ്. ഇങ്ങനെ 3 തരത്തിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് എക്സ്ട്രീം പ്രീ ടൈം ആണ്. അത് 28 ആഴ്ചകൾക്ക് മുൻപ് ജനിക്കുന്ന കുട്ടികൾക്കാണ് എക്സ്ട്രീം പ്രീ ടൈം എന്ന് പറയാം കേട്ടോ. അത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജാണ്. കുട്ടികൾക്ക് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ പ്രായത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് കിട്ടുക. അത് നമ്മൾ 7, 6, 5 മാസത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് എക്സ്ട്രീം പ്രീ ടൈം എന്ന് പറയാം കേട്ടോ. അതുപോലെ രണ്ടാമത്തെ പറയുന്നതാണ് എർലി പ്രീ ടൈം. അത് 28 ആഴ്ച മുതൽ 32 ആഴ്ച വരെ ജനിക്കുന്ന കുട്ടികൾക്കാണ് എർലി പ്രീ ടൈം എന്ന് പറയാം. അടുത്തത് മൂന്നാമത്തെ പ്രീ ടൈം കേട്ടോ. അത് ലേറ്റ് പ്രീ ടൈം എന്നാണ് അതിന് പറയുക. അത് 32 ആഴ്ച മുതൽ 37 ആഴ്ച വരെ ജനിക്കുന്ന കുട്ടികൾക്കാണ് ലേറ്റ് പ്രീ ടൈം എന്ന് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി നടക്കുന്നത് 34ാമത്തെ ആഴ്ചയിലാണ്. ലേറ്റ് പ്രീ ടൈം എന്ന് പറയാം, പക്ഷേ 34 ആഴ്ച ആയിട്ടുള്ളായിരുന്നു. 32 ആഴ്ചൻ്റെയും ഒരു 34 ആഴ്ചയും 2 ദിവസമായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി നടന്നിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഓർഗൻസ് ഒന്നും അത്രയ്ക്ക് ഡെവലപ്മെൻ്റ് ഒന്നും ആയിട്ടില്ലേനു. ഷോസ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പ്രീ ടൈം ബേബീസിന് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ വെയിറ്റ് ഉണ്ടാവില്ല. എൻ്റെ ബേബീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2ൻ്റെ അടുത്തുണ്ടായിരുന്നു എങ്കിലും പിന്നെ നമ്മൾ NIC എന്നൊക്കെ പോകുന്ന ഡോക്ടർമാരടുത്തുനിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോയതിന് ശേഷം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ അവർ വെയിറ്റ് ഗെയിനൊക്കെ വെക്കാൻ തുടങ്ങിയത്. എൻ്റെ മക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം തൂക്കം ഉണ്ടായിരുന്നു. ഒരു 1 രണ്ടാമത്തവന് 1,700 ചില്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മറ്റുള്ള രണ്ടാളും പിന്നെ അതേപോലെ 1,600 ആ ഒരു റേഞ്ചിലേനു അവരുടെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ NIC കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഒരു 300 ഗ്രാമോളം അവർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 പേരും 300 ഗ്രാമിന് വെച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ജനിച്ച ആ ഒരു വെയിറ്റ് ഉണ്ടാവില്ല അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ മദേഴ്സിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ വേറെ എന്തെങ്കിലും നമ്മൾ പ്രഗ്നൻസിയിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പ്രീ ടൈം ബേബീസ് ആവാൻ സാധ്യത ഉണ്ട്. അല്ലാതെ ട്രിപ്ലെറ്റ്സിനും ട്വിൻസിനും മാത്രമൊന്നല്ല ഈ ഒരു പ്രിമച്ചസ് ബേബീസ് ഉണ്ടാവാൻ. അപ്പോൾ ആദ്യത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും പോലെ തല ഉറക്കുക, ചിലർ കഴുത്ത് ഉറക്കുക എന്നൊക്കെ പറയും. ഈ കഴുത്ത് ഉറക്കണത് ഒരു നോർമലി കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2 മാസത്തിൻ്റെയും 3 മാസത്തിനുള്ളിലാണ് തല ഉറക്കുക കേട്ടോ, അത് കഴുത്തുറക്കുക. പക്ഷെ നമ്മൾ ഈ നോർമലി അല്ലാത്ത, അതായത് പ്രിമച്ചസ് ബേബീസ് ആണെങ്കിൽ അവർക്കൊരു 3 മാസം മുതൽ ഒരു 5 മാസത്തിനുള്ളിലായിരിക്കും കഴുത്തുറക്കുക കേട്ടോ. പിന്നെ ബേബീസിനെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 3 മാസം ആയപ്പോൾ തന്നെ കഴുത്തുറച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് ഈ മലർത്തി പിടിച്ചാൽ ഭയങ്കര ഈറയുള്ള പരിപാടിയാണ്, ഇഷ്ടമല്ല. അപ്പം അങ്ങനെ മലർത്തി പിടിക്കുമ്പോൾ തന്നെ കരയും. അപ്പോൾ NIC തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മൾ ഇങ്ങനെ കയ്യിന് ഇങ്ങനെ കുറച്ച് ബാലൻസ് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഫുൾ ടൈം പിടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം അങ്ങനെയാണ് പിടിച്ചിരുന്നത്. പിന്നെ ഒരു 40 ആയപ്പോൾ തന്നെ ഓലെ തൊട്ടിൽ കിടത്തുകയും ചെയ്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓൾക്ക് 3 പേർക്കും തല പെട്ടെന്ന് ഉറച്ചിട്ടുണ്ടായിരുന്നു, കഴുത്ത് ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് തല എന്നാട്ടോ പറയുന്നത്, കഴുത്ത് ഉറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കമിഴ്ടെ ഇല കേട്ടോ, കമിഴ്ന്ന് വീഴുക. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നോർമലി കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4 മാസം മുതൽ 6 മാസം വരെ ആയിരിക്കും അവർ കമിഴ്ന്ന് തുടങ്ങുക. പക്ഷേ നമ്മൾ ഈ പ്രിമച്ചസ് ബേബീസ് ആണെന്നുണ്ടെങ്കിൽ 8 മാസം മുതൽ ഒരു 6 മാസം മുതൽ 8 മാസം വരെ ആയിട്ട് അവർ കമിഴാൻ തുടങ്ങുക. അപ്പം അതിന് മുമ്പും ചില കുട്ടികൾ കമിഴും. പ്രിമച്ചസ് ബേബീസ് ആണെങ്കിലും ചില കുട്ടികൾ കമിഴും. അപ്പോൾ ഇവർ 5-ാം മാസമൊക്കെ ആയപ്പോൾ തന്നെ കമിഴ്ന്നിട്ടുണ്ടായിരുന്നു.
മൂന്ന് പേരും കമിഴ്ന്നീനു. ആദ്യം ഐഷുവാണ് കമിഴാൻ തുടങ്ങിയത്, അതിന് ശേഷമാണ് ഫൈസും റെയിനും തുടങ്ങിയത് കേട്ടോ. ഏകദേശം ഇവരെ ഒരു ഇപ്പോൾ വളർച്ച എന്ന് പറയുന്നത് ആയിഷും ഫൈസും ഏകദേശം ഒക്കെ എല്ലാ കാര്യത്തിലും ഓല് രണ്ടാളും ഒപ്പം ഉണ്ടാകും. പക്ഷെങ്കിൽ റെയിനൂന് എല്ലാത്തിനും ഒരു ബാക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ ഓരോ ഇപ്പോൾ ഒരു 3 പേരും ഒപ്പം ജനിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിലും 3 പേർക്കും വ്യത്യസ്ത ഒരു കാര്യങ്ങളാണ് ഓല് 3 പേരെ വളർച്ചയിലും നടന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഇരിക്കണത് എന്നൊക്കെ പറയണത് ഞാനും 3 പേരും ഞാൻ ഇരുത്തിക്കട്ടോ, ഒരു സ്വന്തമായിട്ട് ഇരുന്നിട്ടില്ല. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുത്തുക, ഒരു ഇങ്ങനെ കുറച്ച് ബാക്കൊക്കെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ടാണ് ഞാൻ 3 പേര് ഇരുത്തിൻ്റെത്. ആദ്യം ഫൈസുവിനെ ഐഷുവിനെ ഇരുത്തിയോളും, പിന്നെയും കുറച്ചും കൂടി ഒന്ന് ഇതായതുകൊണ്ട് ഐഷുവിനെ ഇരുത്തി നോക്കി. അത് കഴിഞ്ഞ ശേഷം ഫൈസുവിനെ ഇരുത്തി. അപ്പോൾ ഇരിക്കണതിൽ തന്നെ പിന്നെ ഒരു മുട്ടുത്താനൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടാ. മുട്ടുത്താൻ ഒരു 9-10 മാസം ആയപ്പോൾ തന്നെ ഒരു മുട്ടുത്താൻ തുടങ്ങിയത്. അത് ഒരു പ്രിമച്വർ ബേബീസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓൽക്ക് ആ ഇതിൽ ശരിക്കിനുള്ള മാസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം ബാക്കൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് 8-ാം മാസം ആയിട്ടുള്ളതിന് കേട്ടോ അന്ന്. പക്ഷേ ഡേറ്റ് വെച്ച് ഒരു ബർത്ത് ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 9-10 മാസം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓല് അപ്പോൾ നടക്കണീന് മുമ്പ് പിടിച്ച് നടക്കുന്ന മുട്ടുത്തുണീനൊക്കെ മുമ്പ് കമിഴ്ന്ന് നീന്തിനു കേട്ടോ. ഓല് അത്യാവശ്യം 3 പേര് നല്ലോണം നീന്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഒരു മുട്ടുത്താൻ തുടങ്ങിയിരിക്കുന്നത്. മുട്ടുത്താൻ അത്ര വലിയ കുറേ ദിവസമൊന്നും ഒരു മുട്ടത്തിൽ 2 മാസമൊക്കെ മുട്ടെത്തിയിട്ടുള്ളൂ. 2 മാസം ഇല്ല, 1 മാസമൊക്കെ മുട്ട് കുത്തി നടന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു പിടിച്ച് നടക്കാൻ തുടങ്ങി. അതിന് ശേഷം കൈ വിട്ടുകാണ് നടക്കാൻ തുടങ്ങി. അത് ഇപ്പോഴും റെയിനു നടക്കാൻ തുടങ്ങിയിട്ടില്ല. ഓന് പിടിച്ചുകാണ്ട് ഇങ്ങനെ നടക്കുന്നല്ലാതെ ശരിക്കും കൈ വിട്ട് നടക്കാൻ തുടങ്ങിയിട്ടില്ല. ഐഷും ഫൈസും 4 കൈ വിട്ടുകാണ്ട് മണ്ടാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഓര് നല്ല ഉസാറായിക്കാണ്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കേട്ടോ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയണത്. പിന്നെ പല്ല് വന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ റെയിനൂന് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഓനൊരു 6-7 മാസമായപ്പോൾ തന്നെ പാൽപ്പല്ല് എന്നൊക്കെ പറയുന്ന ഈ മുമ്പത്തെ 2 പല്ല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആയിഷുവിനും ഫൈസൂനും വന്നിട്ടില്ലായിരുന്നു. ആയിഷുവിന് പിന്നെ ഈ 2 സൈഡത്തെ പല്ലാണ്ട് ഓൾക്ക് വന്നത്. ഫസ്റ്റ് വന്നത് ആ 2 പല്ലാണ്. പിന്നെ ഈ 2 പല്ലും താഴത്തെ 2 പല്ലും ഒപ്പം വന്നു. അങ്ങനെയായിട്ട് ഓൾക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓൾക്ക് രണ്ടാൾക്കും അത്യാവശ്യം പല്ല് ഉണ്ട്. പക്ഷേങ്കിൽ ഫൈസൂന് ഇതുവരെ പല്ല് വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ല് വരാനാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചില കുട്ടികൾക്ക് 2.5 വയസ്സ് വരെ പല്ല് വരാം. നോർമലി ആയ കുട്ടികൾക്ക് 2.5 വയസ്സ് വരെ പല്ല് വരുമോ നോക്കിയിട്ട് എന്നിട്ടും പല്ല് വരുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടത്. അതുവരെ 2.5 വയസ്സ് വരെ പല്ല് എപ്പോൾ വേണമെങ്കിലും വരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതായത് ഇങ്ങനെ പ്രൊമച്ചസ് ബേബീസിനെ കുറിച്ച് ഡെവലപ്മെൻറ്റിൻ്റെയും കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.